ഗുഡ് മോർണിംഗ് ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുരത് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സാർ, ഇപ്പോൾ കഴിഞ്ഞ ഒരു വീക്ക് പരിശോധിക്കുകയാണെങ്കിൽ അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വീക്ക് ആയിരുന്നില്ല കഴിഞ്ഞു പോയത്. ഇപ്പോൾ ഗ്ലോബലി പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു. സമാനമായിട്ടുള്ള ഒരു പെർഫോമൻസ്, അതായത് ഗ്ലോബൽ കാര്യങ്ങളുടെ ഒക്കെ ഒരു തിരിച്ചടിയും കൂടാതെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഏർണിംഗ്സ് റിപ്പോർട്ടും ഒക്കെ ആയിരുന്നു ഇന്ത്യയിൽ നിന്നും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരിച്ചടി ഇന്ത്യൻ വിപണിയിലേക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പുതിയൊരു ആഴ്ചയിലേക്ക് കടക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ഉള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് US ഇന്ത്യ ട്രേഡ് എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നു എന്നൊരു കാര്യമൊക്കെ തന്നെ ഇപ്പോൾ വളരെ പോസിറ്റീവാണ്. കൂടാതെ US മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിലും ഒരു കഴിഞ്ഞ വീക്കിലെ ഒരു ഇടിവിന് ശേഷം അവസാന ദിനത്തിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതും US ചൈന ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ താരിഫ് റിലീഫുകളൊക്കെ തന്നെ അവിടെയും ഉണ്ടായി വരുന്നു. കൂടാതെ ചൈനയിലേക്ക് വരികയാണെങ്കിലും മികച്ച ഒരു ഡാറ്റ CPI ഡാറ്റയൊക്കെ ചൈനയിൽ നിന്നും വരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് വന്നിരിക്കുന്ന പാദഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ടിട്ടുള്ള പല കമ്പനികൾക്ക് ഇപ്പോൾ നൈക്ക, ബജാജ് ഫിനാൻസ് പോലുള്ള കമ്പനികൾക്കൊക്കെ തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മികച്ച ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു റേറ്റിംഗ് മാറ്റിയിരിക്കുന്നു. അവരൊരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നു. അതായത് 2026 അവസാനത്തോടുകൂടി ഇന്ത്യ ഏകദേശം നിഫ്റ്റി 29,000 എന്ന് പറയുന്ന ഒരു ലെവൽ ടച്ച് ചെയ്യും എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റാണ് നിലവിലിപ്പോൾ അവർ നൽകിയിരിക്കുന്നത്. അതായത് ഡൗൺ ഗ്രേഡ് റേറ്റിംഗിൽ നിന്നാണ് നിലവിലിപ്പോൾ ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗിലേക്ക് ഗോൾഡ്മാൻ സാക്സിൻ്റെ വ്യൂ പോയിൻറ്റും ഒക്കെ മാറിയിരിക്കുന്നത്. അതിനവർ പ്രധാനമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും മോണിറ്ററി അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നാലും വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് നിലവിലിപ്പോൾ വിപണിക്ക് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സാർ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വീക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാറിൻ്റെ ഒരു ടേക്ക് എന്താണ് ഈ ഒരാഴ്ച തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം? നിഖിൽ, വളരെ മിക്സ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ US മാർക്കറ്റ് തന്നെ ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ഫ്രൈഡേ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാമെന്നേ ഉള്ളൂ. കാര്യം വെച്ചാൽ ഇപ്പോഴും നാസ്ഡാക്കിനെ സംബന്ധിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കിൻ്റെ ഓവർ വാല്യുവേഷൻ ഇപ്പോഴും ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ നിൽക്കുന്നു. എന്നാൽ നമുക്ക് ഇൻഡിസസ് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് മൺഡേ ആയതുകൊണ്ട് നമുക്ക് നോക്കാം എന്നുള്ള S&P 500 നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ 0.13% അപ്പാൻ. നാസ്ഡാക്ക് എന്നാൽ 0.22% മൈനസ് ആയിരുന്നു. ഡൗ ജോൺസ് 0.16% മൈനസ് ആയിരുന്നു എന്നുള്ള. ഇപ്പോൾ ഇതിനകത്ത് മൈക്രോസോഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 8 ഡേ ലൂസിങ് സ്ട്രീക്കാണ്. 8 ദിവസം അടുപ്പിച്ച് മൈക്രോസോഫ്റ്റ്, അതായത് അതിൻ്റെ 2011 ശേഷം ഏറ്റവും ലോങ്കസ്റ്റ് സ്ട്രീക്ക് ഓഫ് ലൂസിങ് ഡേയ്സ് ആണ് മൈക്രോസോഫ്റ്റിൽ കണ്ടതെന്നുള്ള. ഇനിയിപ്പോൾ മെറ്റ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2025 മെറ്റ വെറും 5% മാത്രമേ പെർഫോം ചെയ്തുള്ളൂ എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. പിന്നെ എൻവിഡിയ ഏതാണ്ട് $500 ബില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് കഴിഞ്ഞ ആഴ്ച US മാർക്കറ്റിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻ അതൊരു ബബിൾ ടെറിട്ടറിയിലാണോ എന്നൊക്കെ ഉള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പരിധിവരെ അത് കറക്റ്റുമാണ് എന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ട ഒരു കാര്യം. പിന്നെ പറയുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ വശം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ US ഇപ്പോൾ ടാരിഫിൻ്റെ ഇഷ്യൂ അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഡിസംബറിൽ റേറ്റ് കട്ട് നടക്കുമോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് നിൽക്കുന്നു. എന്താ പറയുക, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്റ്റോക്സിൽ ഓവർ വാല്യുവേഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ക്വാർട്ടറിൽ ഏർണിങ്സ് ബെറ്റർ ആയിരുന്നു US എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2021 ശേഷം ഏറ്റവും നന്നായിട്ട് രീതിയിൽ കൊണ്ടുവന്ന ഒരു ക്വാർട്ടർലി ഏർണിങ്സ് ആണെന്നുള്ളത് പറഞ്ഞു വെക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ US മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു മിക്സഡ് വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് ഹാൻഡ് ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓയിൽ പ്രൈസസ് ഏതായാലും സോഫ്റ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. ഏതാണ്ട് $64 പെർ ബാരലിൻ്റെ അവിടെയാണ് ബ്രെന്റ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഓയിലിൻ്റെ ഭാഗത്തുനിന്നൊരു ത്രെട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇല്ല. ഇപ്പോൾ ട്രഷറി ഈൽഡ് US നമ്മൾ നോക്കുകയാണെങ്കിൽ US 10-year ബോണ്ട് ഈൽഡ് എന്ന് പറഞ്ഞാൽ 4.13% ആണ്. സ്ലൈറ്റ്ലി 0.85% അപ്പാണ് എന്നുള്ള കാര്യം വെച്ചാൽ നമുക്കറിയാമല്ലോ ഈ ഷട്ട് ഡൗൺ കാരണം എക്കണോമിക് ഡേറ്റ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഏതാണ്ട് 4% താഴെ പോയ ട്രഷറി ഈൽഡ് ഇപ്പോൾ 4.13% ആയിരിക്കുന്നു എന്നുള്ളൂ. ഇനിയിപ്പോൾ US മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു വെച്ചിരുന്നു, അതായത് സുപ്രീം കോർട്ട്, US സുപ്രീം കോർട്ട് ഈ ട്രംപിൻ്റെ ടാരിഫിനെ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള വിധി എപ്പോൾ വേണമെങ്കിലും വരാം. അതിൽ ആഴ്ചകളെടുക്കാം, മാസങ്ങളെടുക്കാം, അതിന് സമയപരിധിയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ആർഗ്യുമെൻ്റൊക്കെ നല്ല രീതിയിൽ പോയി എന്നുള്ള റിപ്പോർട്ട്, അതായത് പൊതുവേ മാർക്കറ്റ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്
ട്രംപിൻ്റെ ടാരിഫ് ഇല്ലീഗൽ ആവാനാണ് ചാൻസ് US കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന ആ ഒരു റൂളിംഗ് അല്ലെങ്കിൽ വേർഡിക്റ്റ് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഇതിനെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഡിസ്കസ് ചെയ്തല്ലോ. അതായത് US സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ട്രംപിന്, അതായത് US പ്രസിഡന്റിന് ഈ ടാരിഫ് നാഷണൽ സെക്യൂരിറ്റിയുടെ പേരിൽ ചെയ്യാൻ അതോറിറ്റി ഉണ്ടോ, അതോ അതോറിറ്റി US കോൺഗ്രസിൻ്റെ കയ്യിലാണോ എന്നുള്ള. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള പാർലമെൻറ്റ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. എന്നാൽ ട്രംപിൻ്റെ, അതായത് US അഡ്മിനിസ്ട്രേഷൻ്റെ സോളിസിറ്റർ ജനറൽ പറയുന്നത് വെച്ചാൽ ഇത് ട്രേഡായിട്ട് സംബന്ധിക്കുന്ന കാര്യമാണ്, ഫോറിൻ പോളിസിയുടെ കാര്യമാണ്, അതുകൊണ്ട് ഇത് പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിഷൻ ആണ്, ഇതൊരു ടാക്സ് അല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവിടെ ജഡ്ജസ്, സുപ്രീം കോടതിയിലെ ജഡ്ജസ് പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ടാരിഫ് എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നല്ല കളക്ട് ചെയ്ത്, ആ ഗുഡ്സ് നമ്മുടെ പോർട്ടിൽ വരുമ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യണ അമേരിക്കൻ കമ്പനിയാണ് ഈ ടാരിഫ് പേ ചെയ്യുന്നത്. അത് കാരണം തന്നെ പ്രോഡക്ട്സിൻ്റെ വില കൂടുന്നത് കാരണം US സിറ്റിസൻസിനെ ആണ് നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഇത് ടാക്സ് അല്ലാതെ വേറെ എന്താണ്? അപ്പോൾ ടാക്സ് ആണ് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ടാക്സിങ് US സിറ്റിസൻസ് എന്നാണ് സുപ്രീം കോടതിയുടെ ഈ പറയുന്ന പോലെ ജഡ്ജസിൻ്റെ വർത്തമാനത്തിൽ നിന്നും മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അതോറിറ്റി ലൈസ് വിത്ത് കോൺഗ്രസ് ആൻഡ് നോട്ട് വിത്ത് US പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഡിസ്കഷൻസ് ഒക്കെ പോകുന്നത്. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, US മാർക്കറ്റ് ആയാലും ശരി ഗ്ലോബൽ മാർക്കറ്റ് ആയാലും ശരി, ഇത് ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കാം വരുന്നത് എന്നൊരു രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് പറയുന്നത് എന്താ, സുപ്രീം കോടതി ദ മാറ്റർ സബ്ജുഡിസ്, അതായത് കോടതിയിൽ ആയോണ്ട് ഞാൻ പുതിയതായിട്ടുള്ള ടാരിഫ് ഒന്നും ഞാൻ കൊണ്ടുവരുന്നില്ല എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞു വെക്കുന്നുള്ളൂ. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു താരിഫ് വന്നതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഒരു 2000 രൂപയുടെ ഒരു ഡിവിഡൻഡ് ഇനത്തിൽ അമേരിക്കൻ സിറ്റിസൺസിന് നൽകും എന്നുള്ളൊരു പരാമർശമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതായത് ഒരു സപ്പോർട്ട് ഇതിൽ നഷ്ടപ്പെടുന്നു, കൂടുതലൊരു സപ്പോർട്ടൊക്കെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ് എന്നൊരു വ്യൂയിലേക്ക് ട്രംപ് മാറുന്നുണ്ടോ? അല്ല, അത് ആക്ച്വലി ഇപ്പം ഈ ആർഗ്യുമെൻ്റ് ഒക്കെ ട്രംപ് പറയുന്നത് ഇപ്പോഴാണ്. അതായത് US സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സും അവരുടെ ഒപ്പീനിയനും ഒക്കെ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന് തന്നെ, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഒരു ചെറിയൊരു സംശയം വന്നിരിക്കുന്നു. അപ്പോൾ അതൊന്ന് സൂതൻ ചെയ്യാൻ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന പബ്ലിക് ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഈ ഡയലോഗൊക്കെ സുപ്രീം കോടതി ജഡ്ജിയുടെ ചെവിയിലേക്ക് എത്തും. അപ്പം അത് കാരണം ഇത് ഇങ്ങനെ രീതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. കാര്യം ഈ ടാരിഫിനെ ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ട്രംപിന് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുക ഒരു ക്രെഡിബിലിറ്റി ലോസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ പറഞ്ഞ എല്ലാ വാക്കുകളും വിഴുങ്ങേണ്ടി വരും, എല്ലാ ടാരിഫുകളും റോൾ ബാക്ക് ചെയ്യും. അതുമാത്രമല്ല എന്തൊക്കെ കളക്ട് ചെയ്തോ അത് തിരിച്ച് കൊടുക്കുകയും കൂടി വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടുള്ള ചെറിയൊരു ഡ്രാമാസൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. പിന്നെ രണ്ടാമത് നമുക്കറിയാമല്ലോ, ഷട്ട് ഡൗൺ ഏതാണ്ട് 40 ദിവസം, 39-40 ദിവസം, ഏതായത് ലോങ്സ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് അമേരിക്ക അല്ലെങ്കിൽ ഗ്ലോബൽ സിനാരിയോ തന്നെ നമുക്കറിയാം. ഇത്രയും വലിയൊരു ഷട്ട് ഡൗൺ ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഏതാണ്ട് സെനറ്റ് ഈ കാര്യത്തിൽ ഒരു ചെറിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി മിക്കവാറും ഒരു ഡീലിലേക്ക് എത്തും. അതായത് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒരു ഡീലിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഷട്ട് ഡൗണിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരില്ല എന്നുള്ള. അപ്പോൾ ഷട്ട് ഡൗണിനെ നമുക്ക് നോക്കാം. അതായത് എന്താണ് ഷട്ട് ഡൗൺ എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെക്കാം. കാര്യം അത് മനസ്സിലായാൽ മാത്രമേ, പ്രേക്ഷകർക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് US ഈ ഫെഡറൽ ബഡ്ജറ്റ്, അതായത് US ഫെഡറൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ US ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ഒക്ടോബർ മുതൽ സെപ്റ്റംബർ 30. അതായത് ജാനുവരി ടു ഡിസംബർ എന്ന് പറയുന്ന കലണ്ടർ ഇയറേ അല്ല ഈ US ഫെഡറൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് ഒക്ടോബറിന് തുടങ്ങി സെപ്റ്റംബർ 30 അവസാനിക്കുന്ന, അതാണ് അവരുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറയുകയാണ് 2025 ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒക്ടോബർ 1, 2024 മുതൽ സെപ്റ്റംബർ 30, 2025 എന്നാണ് അവിടുത്തെ US ഗവൺമെൻറ്, ആ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കണ്ണിക്കൂടെയുള്ള ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒക്ടോബർ 1 ആവുമ്പോഴത്തേക്കും കോൺഗ്രസ് ഒരു ഏതാണ്ട് 12 അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ സ്പെൻഡിങ് ബിൽ പാസ്സാക്കണം. അതായത് 12 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയെ റിലേറ്റ് ചെയ്യണ ബില്ലാണ്. അതായത് ഡിഫൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, അങ്ങനെ ഒരു 12 അപ്രോപ്രിയേഷൻ ബിൽ അല്ലെങ്കിൽ സ്പെൻഡിങ് ബില്ല് ഒക്ടോബർ 1 മുമ്പേ കോൺഗ്രസ്
പാസ്സാക്കണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഒക്ടോബർ 1 മുമ്പേ കോൺഗ്രസ് അത് പാസ്സാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് മണി സ്പെൻഡ് ചെയ്യാൻ ലീഗൽ അതോറിറ്റി ഇല്ല. അതവിടെ സീസ് ആവുന്നു. അതോടുകൂടി ഷട്ട് ഡൗണിലേക്ക് കയറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള അർത്ഥം. അപ്പോൾ ഈ US കോൺഗ്രസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് US കോൺഗ്രസ് ഈക്വൽ ടു ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും US-ഉം ഇന്ത്യ പോലെ തന്നെ 2 ടൈപ്പ് ഹൗസസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ലോവർ ഹൗസിനെ പറയുന്നത് ലോക്സഭയാണെങ്കിൽ US-ൽ പറയുന്നത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ്. നമ്മുടെ ഇവിടെ അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത് പറയുന്നത് സെനറ്റ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് സെനറ്റിൽ ഒരു ധാരണയായി, എന്നാൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഈ ധാരണയാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രൊസീജിയറിൽ സെനറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ അത് നടന്നു. അതായത് ഒരു കൺസെൻസസ്, ഒരു എന്താ പറയുക, ഒരു ഡിസ്കഷനൊക്കെ ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫെബ്രുവരി 1 ബഡ്ജറ്റ് വന്നു. ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഫിനാൻസ് ബില്ല് 2 ഹൗസസ് ഓഫ് പാർലമെൻറ്റിലും പാസ്സാവണം. ലോക്സഭയിലും പാസ്സായി, രാജ്യസഭയിലും പാസ്സായി. ഈ ഫിനാൻസ് ബില്ല് പ്രസിഡന്റിൻ്റെ അടുത്ത് പോയി പ്രസിഡന്റിൻ്റെ ഒപ്പിട്ടതിന് ശേഷമാണ് നമുക്കിനി ടാക്സ് കളക്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ മുന്നോട്ട് വരുന്നത്. ഇനി അഥവാ ഗവൺമെൻറ്റിന് ഈ ഫിനാൻസ് ബില്ല്, ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഫിനാൻസ് ബില്ല് പാർലമെൻറ്റിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം ഇന്ത്യയിൽ ഗവൺമെൻറ്റിൽ മേലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഒരു കോൺഫിഡൻസ് വോട്ട് വിൻ ചെയ്തിട്ട് മാത്രമേ അത് പറ്റുള്ളൂ എന്നുള്ളതാണ്. ആ ഗവൺമെൻറ് ആ കോൺഫിഡൻസ് വോട്ടിൽ സപ്പോർട്ടോ മെജോറിറ്റിയോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് റിസൈൻ ചെയ്യേണ്ടി വരും. US-ൽ അങ്ങനെ വരുന്നില്ല. സ്പെൻഡിങ് എന്ന് പറയുന്നത് ഒന്ന് പോസ്റ്റ്പോണ്ട് ആവുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ള അർത്ഥമുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഇലക്ഷൻ്റെ കാരണങ്ങളാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാൽ ഒരു ഫുൾ ടൈം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻ്ററീം, അതായത് ഒരു വോട്ട് ഓൺ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ബില്ല് പാസ്സാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക്, ഒരു 3 മാസം, അല്ല 1 മാസം, 2 മാസം, 3 മാസം വരെ നമുക്ക് സ്പെൻഡിങ് ആയിട്ട്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെൻഡിങ് ആയിട്ട്, ടാക്സ് റിഫോംസ് ഒന്നുമില്ല, മേജർ മെഷേഴ്സ് ഒന്നും വോട്ട് ഓൺ അക്കൗണ്ടിലില്ല, ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ചെയ്യാനുള്ള, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് ശമ്പളം കൊടുക്കാനും പെൻഷന് വേണ്ടിയിട്ടും ഡിഫൻസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമർജൻസി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 1 മാസം, 2 മാസം, 3 ഒരു ചെറിയ ബ്രീഫ് പീരീഡ് ടൈമിന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ മാത്രമേ ടാക്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ ടാക്സ് തന്നെ നിലനിൽക്കുന്നുള്ളതാണ്. ഇതാണ് ഇന്ത്യയിലെ സിനാരിയോ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ US-ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എവറി ഇയർ ഈ പറയുന്ന പോലെ US കോൺഗ്രസ്, അതായത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും സെനറ്റും ഈ 12 സ്പെൻഡിങ് ബില്ല് പാസ്സായാൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഷട്ട് ഡൗണിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഷട്ട് ഡൗണിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എസെൻഷ്യൽ സർവീസസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, നോൺ എസെൻഷ്യൽ സർവീസസ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. കുറച്ച് എംപ്ലോയീസ്, ഫെഡറൽ എംപ്ലോയീസ് മാത്രം ഓഫീസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവരുടെ സാലറി പോസ്റ്റ്പോണ്ട് ആണ്, പിന്നെ കൊടുക്കുള്ളൂ എന്നുള്ളൂ. പിന്നെ മറ്റുള്ള നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഫർലോ ചെയ്യും എന്നാണ് പറയുന്നത്. ഫർലോ ചെയ്യുമെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നാൽ മതി, ശമ്പളമില്ല എന്നുള്ള രീതിയിലേക്ക്. പിന്നെ കുറച്ച് പേർക്ക് ലേ ഓഫും സംഭവിക്കുന്നുള്ളതാണ്. അതാണ് ഈ പറയുന്ന പോലെ ഷട്ട് ഡൗണിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ്. അത് കാരണം പൈസ ജനങ്ങളിലേക്ക് എത്തില്ല, അത് കാരണം സ്പെൻഡിങ് നടക്കില്ല, കൺസംഷൻ നടക്കില്ല, അത് എക്കണോമിയെ ബാധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഒരു അൺസർട്ടനിറ്റി എല്ലാത്തിലും നിൽക്കും. മൂന്നാമത് ലാക്ക് ഓഫ് ഡേറ്റ, ഒരു കാര്യത്തിലും നമുക്ക് ഡേറ്റ കിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സെനറ്റിൽ ഒരു എന്താ പറയുക, ഒരു ചെറിയതായിട്ടുള്ള ഒരു ഡീല് വന്നിരിക്കുന്നു. അതായത് ഒരു ഫണ്ടിങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. എനിക്ക് തോന്നുന്നു ജാനുവരി 30, 2026 വരെ. അതായത് എല്ലാ കാര്യങ്ങളും സെറ്റിലാക്കിയില്ല, താൽക്കാലികമായിട്ടുള്ള ഇതിനെ നമ്മൾ പറയുന്നത് സ്റ്റോപ്പ് ഫണ്ടിങ് ബിൽ എന്നാണ്. സ്റ്റോപ്പ് ഗ്യാപ്പ് ഫണ്ടിങ് ബിൽ. ഈ സ്റ്റോപ്പ് ഗ്യാപ്പ് ഫണ്ടിങ് ബിൽ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് കണ്ടിന്യൂയിങ് റെസൊല്യൂഷൻ എന്നാണ്, CR എന്ന് പറയും. കണ്ടിന്യൂയിങ് റെസൊല്യൂഷനിലേക്ക് സെനറ്റ് എത്തുന്നു. അതായത് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പായിട്ടുള്ള ഫണ്ടിങ് അറേഞ്ച്മെന്റിലേക്ക് എത്തിയിരിക്കുന്നു ജാനുവരി 30 വരെ എന്നുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസാരിക്കുമ്പോൾ സെനറ്റിൽ അതിൻ്റെ വോട്ടിംഗ് നടക്കുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ പോകണം, അതായത് മറ്റ് ഹൗസിലേക്ക് പോകണം. പോയി കഴിഞ്ഞാൽ അവിടെയും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ജാനുവരി 30 വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഈ ഷട്ട് ഡൗൺ ഇപ്രാവശ്യം നടക്കാൻ കാരണം അമേരിക്കയ്ക്ക് കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ല,
പൊളിറ്റിക്കലാണ് ഇഷ്യൂ. അതായത് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള ചില കാര്യങ്ങൾക്കെല്ലാം ഡിസഗ്രീമെൻ്റ് ആണ് ഈ ഷട്ട് ഡൗണിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതായത് എത്രത്തോളം ഹെൽത്ത് കെയറിൽ സ്പെൻഡ് ചെയ്യണം, എത്രത്തോളം ഹൗസിങ്ങിന് സ്പെൻഡ് ചെയ്യണം, എത്രത്തോളം ഡിഫൻസിന് സ്പെൻഡ് ചെയ്യണം, ഇതിലൊക്കെ ഒരു വാക്ക് തർക്കം ഈ രണ്ട് ഗ്രൂപ്പും തമ്മിലുണ്ട്. അതുമാത്രമല്ല യുക്രൈനും ഇസ്രായേലിനും എയ്ഡ് കൊടുക്കുന്ന കാര്യത്തിൽ, അതുമാത്രമല്ല ഇമിഗ്രേഷനും ബോർഡർ കൺട്രോളിൻ്റെ ഒരു ഫണ്ടിങ്ങിൻ്റെയൊക്കെ കാര്യത്തിലാണ് ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ റിപ്പബ്ലിക്കൻസ്, അതായത് അമേരിക്കയിൽ ഇപ്പോഴത്തെ ട്രംപ് പ്രസിഡൻറ്റിൻ്റെ ആ ഒരു പാർട്ടി എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത് നമുക്ക് സ്പെൻഡിങ് കട്ടൊക്കെ ഒരുപാട് വേണം, ഇമിഗ്രേഷൻ റൂൾസൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യണം എന്നാണ്. എന്നാൽ മറുവശത്ത് ഡെമോക്രാറ്റ്സ് പറയുന്നത് വെച്ചാൽ സോഷ്യൽ പ്രോഗ്രാംസിന് വെട്ടിക്കുറയ്ക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തർക്കം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങളെ ഷട്ട് ഡൗണിലേക്ക് കൊണ്ടെത്തിച്ചതെന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്കിപ്പോൾ അറിയാം, ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലെൻസ്കാർട്ടിൻ്റെ IPO ഇന്ന് ലിസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ വാല്യുവേഷനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ അവിടെ ഇവിടെ നടന്നു. നമ്മുടെ തന്നെ റിസർച്ച് ഡെസ്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലെൻസ്കാർട്ടിൻ്റെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഷോ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് യൂട്യൂബിലും നമ്മുടെ ആപ്പിലും അപ്ലോഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു ലെൻസ്കാർട്ടിൻ്റെ IPO വാല്യുവേഷനെ കുറിച്ച്. ആ IPO വാല്യുവേഷൻ നമ്മൾ ചെയ്തത് ഒരു ബാക്ക് ഓഫ് ദി എൻവലപ്പ് കാൽക്കുലേഷൻ ആണ്. അതായത് കിട്ടുന്ന ഡേറ്റ, അതായത് DHRP, അതായത് ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സും അവരുടെ കമ്പനി പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും വച്ചിട്ട് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ലെൻസ്കാർട്ടിൻ്റെ ഒരു സിംഗിൾ സ്റ്റോറിൻ്റെ റവന്യൂ നെറ്റ് പ്രോഫിറ്റും വെച്ച് നോക്കുമ്പോൾ, ആ ഒരു സ്റ്റോറിൻ്റെ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പൈസ റിക്കവർ ചെയ്ത് ബ്രേക്ക് ഈവൻ ആവണമെന്നുണ്ടെങ്കിൽ 225-27 കൊല്ലം എടുക്കും എന്നുള്ളൊരു ബാക്ക് ഓഫ് ദി എൻവലപ്പ് കാൽക്കുലേഷൻ നമ്മൾ പല പ്രാവശ്യവും ആ വീഡിയോയിൽ പറഞ്ഞു. ഇതൊരു എക്സാക്ട് മെത്തഡോളജി അല്ല, അതിന് DCF മെത്തേഡ് ഉണ്ട്, പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് ഉണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയോ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്നവർ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യത്തിന്, മേടിക്കുന്ന കാര്യത്തിന് വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആ കമ്പനി ലെൻസ്കാർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന വാല്യുവേഷൻ 70,000 കോടി എന്ന് നമ്മൾ വച്ചിട്ട് അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോഴ്സ് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോറിൻ്റെ വാല്യുവേഷൻ നമുക്ക് കിട്ടി അല്ലേ? ആ ഒരു സ്റ്റോറിൻ്റെ വാല്യുവേഷൻ കിട്ടി. അതേപോലെ അവരുടെ ടോട്ടൽ റവന്യൂ, ടോട്ടൽ പ്രോഫിറ്റും ഡിവൈഡ് ചെയ്തത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോഴ്സ് വെച്ച് ചെയ്യുമ്പോൾ ഒരു സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന റവന്യൂം നെറ്റ് പ്രോഫിറ്റും നമുക്ക് കിട്ടി. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഒരു സ്റ്റോറിന് അവർക്ക് കിട്ടാവുന്ന ഇയർലി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 11 ലക്ഷമാണ്. എന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്ര? ഒരു സ്റ്റോറിന് 25 തൊട്ട് 26 കോടി വരെയാണ്. ഇപ്പോൾ 25-26 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കൊല്ലം 11 ലക്ഷം കിട്ടുകയാണെങ്കിൽ ടോട്ടൽ 25 കോടി റിക്കവർ ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് 227-25 കൊല്ലം എടുക്കും എന്നുള്ളതാണ്. ഇനി അഥവാ എല്ലാ കൊല്ലവും ഈ സ്റ്റോറിൻ്റെ പ്രോഫിറ്റ്സ് 50% ഗ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. 11 ലക്ഷമാണല്ലോ ആദ്യത്തെ ഇയർ. അടുത്ത കൊല്ലം അതിൻ്റെ 50% ഗ്രോ ചെയ്യുന്നു, അതിൻ്റെ അടുത്ത ശതമാനം ആ 50ൻ്റെ മുകളിൽ 50 ഗ്രോ ചെയ്യുന്നു എന്നുള്ള വാല്യുവേഷൻ എടുത്താൽ പോലും നമ്മൾ ഈ ഒരു സ്റ്റോറിൻ്റെ വാല്യുവേഷനായ 25-26 കോടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ ബ്രേക്ക് ഈവൻ ആവുന്നത് 17 കൊല്ലവും 5 മാസവും ആകുമ്പോഴാണ്. അപ്പോൾ ഇതാണ് ഒരു ബാക്ക് ഓഫ് ദി എൻവലപ്പ് കാൽക്കുലേഷൻ ചെയ്ത്. അപ്പോൾ ആ പ്രോഗ്രാമിന് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടി. ഇത് കണ്ട എല്ലാ വ്യൂവേഴ്സിനും നന്ദി. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ, അതായത് ഒരു സാധാരണ ഡേറ്റ അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു രീതിയും കൂടെയാണ്. ഇതൊരു പെർഫെക്റ്റ് ആണ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. വളരെ ചെറിയ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വിവരം വെച്ച് ഞങ്ങളത് പരത്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഒരു ഹൗസ് വൈഫിന് അല്ലെങ്കിൽ ഒരു ഊബർ ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ഒരു സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ്ക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തും വളരെ ലെങ്തി ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ എന്താ പറയുക ഹൈടെക് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്തതെന്നല്ല. ബട്ട് ഈ വീഡിയോൻ്റെ താഴെ നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നതിൽ ചില കമൻറ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സെബി ഇതിനൊക്കെ കണ്ണടക്കിയാണ്, ഗവൺമെൻറ് ഇതിനൊക്കെ കണ്ണടക്കിയാണ് എന്ന് പറയുന്നതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ അല്ല, ഞാനൊരു ചെറിയൊരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ പറയാം. പ്രേക്ഷകർ അറിവ് വേണ്ടി പറയുക, നമ്മൾ ഈ ഒരു വാല്യുവേഷൻ്റെ കാര്യത്തിൽ സെബിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം സെബിക്ക് ഇതിന് അധികാരമില്ല, സെബിക്ക് മാൻഡേറ്റ് ഇല്ല. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് അവർക്കൊരു കമ്പനിയുടെ വാല്യുവേഷൻ എത്രയിൽ വേണം അല്ലെങ്കിൽ ആർക്കൊക്കെ കൊടുക്കണം, എത്രയൊക്കെ കൊടുക്കണം എന്ന് പറയാനുള്ള യാതൊരു അധികാരവും സെബിക്കില്ല. സെബിയെ സംബന്ധിച്ച് ഈ പ്രോസസ്സിൽ എന്തെങ്കിലും ഇല്ലീഗാലിറ്റി ഉണ്ടോ, എന്തെങ്കിലുമായിട്ട് വൃത്തികേടുകൾ ഈ എന്താ പറയുക ഈ IPO അല്ലെങ്കിൽ ബുക്ക് റണ്ണിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ, അവർ പ്രൊസീജിയേഴ്സ് പാലിച്ചില്ലേ എന്നൊക്കെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നുള്ള. അതിൻ്റെ ഒരു കാര്യം നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കണം. സാധാരണ
1991-92 വരെ നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്, അതായത് CCI ഉണ്ടായിരുന്ന കാലത്ത് ഈ പബ്ലിക് ഇഷ്യൂസിന് ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് എത്ര പൈസയ്ക്ക് റേസ് ചെയ്യണം, എത്ര റേസ് ചെയ്യണം, ആരുടെ നിന്നൊക്കെ റേസ് ചെയ്യണം എന്നൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസിന് മാൻഡേറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ആ മാൻഡേറ്റ് എപ്പോൾ നഷ്ടപ്പെട്ടു? 1991-92 നമ്മുടെ ആ ലിബറലൈസേഷൻ്റെ റിഫോം വന്നപ്പോൾ CCIയെ മാറ്റിയിട്ട് CCIയുടെ സ്ഥാനത്തേക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ കൊണ്ടുവന്നു അന്നത്തെ ഗവൺമെൻറ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, അതായത് സെബിയെ ഇൻകോപ്പറേറ്റ് ചെയ്തിരുന്ന സെബിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സെബിക്ക് ഇതിന്മേൽ അധികാരമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ സെബിയെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിനെ എടുത്തു കളഞ്ഞത് അന്നത്തെ കാലത്തെ ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയല്ല. പക്ഷെ ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ സെബിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതായത് നമുക്കൊരു സാധനം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു അസറ്റ് നമുക്ക് മേടിക്കണമെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടെങ്കിലും പോവുക. പിന്നെ നമ്മൾ പല പ്രേക്ഷകരും ചോദിക്കും, ഇതിന് ആൾക്കാർ മിസ്ലീഡ് ചെയ്യണം. അവരുടേതായ ഉദ്ദേശത്തിലും അവരുടേതായ ദുരുദ്ദേശത്തിലാണ് ഓരോ വീഡിയോ ചെയ്യുന്നതും അഭിപ്രായം പറയുന്നു. അവർ പറയുന്നതൊക്കെ എടുക്കണമെന്നില്ല. നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറയുന്നത് പോലും പിഞ്ച് ഓഫ് സോൾട്ടിൽ വേണം എടുക്കാൻ. ഞങ്ങൾ രണ്ട് വശവും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് മാത്രം. നിങ്ങൾ അതിൻ്റേതായ റിസർച്ച് അല്ലെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ അത് മേടിക്കാതിരിക്കുകയോ ചെയ്യാം. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഇന്ന് ലെൻസ്കാർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ലൊരു പ്രീമിയം കിട്ടിയേക്കാം. ഈ സ്റ്റോക്ക് ഇവിടുന്ന് ഡബിൾ ആവാം, ട്രിപ്പിൾ ആവാം, നല്ലൊരു ലിസ്റ്റിംഗ് ആവാം. വി വെൽക്കം ഇറ്റ്. ഇതിൽ ഒരുപാട് പേര് ഈ ലെൻസ്കാർട്ട് IPOനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിനെയൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. അതായത് ഞങ്ങൾ അവരോട് പറയുന്നില്ല ഇത് മോശമാണെന്ന്. നമ്മൾ ചെയ്തത് എന്താ? നമ്മുടെ മുന്നിലുള്ള ഫാക്ട്സും ഡേറ്റയും നിരത്തി നിങ്ങളുടെ മുന്നിൽ കണ്ണ് തുറന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം. ആ IPO ഹിറ്റാവാൻ അതിനെ വാല്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് അത് വേറൊരു ടെക്നോളജി കമ്പനിയായിട്ടാണ് ഇവാലുവേറ്റ് ചെയ്ത് എന്താ പറയുക, ഒരു ഐവെയർ റീറ്റെയിലറായിട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. അത് മാർക്കറ്റിൻ്റെ ഇഷ്ടം. മാർക്കറ്റ് അങ്ങനെ വാല്യൂ ചെയ്യണേ വാല്യൂ ചെയ്ത് നോക്കട്ടെ. നമ്മൾ പറഞ്ഞത് ഈ ഗെയിം കളിക്കാൻ ഞങ്ങളില്ല എന്ന് മാത്രമേ നമ്മൾ അവതരിപ്പിച്ചു. അതിൽ ശരിയായിട്ടുള്ള പല പോയിന്റ്സും വരുന്നുണ്ട്. അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം തന്നെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ, അതായത് 0 രൂപ മുതൽ 12 വരെ ഉള്ള ഒരു ഇടിവിലേക്കും ലെൻസ്കാർട്ടിനെ സംബന്ധിച്ചിടത്തോളം പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വ്യൂ പോയിന്റ് ശരിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പലരും ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ CCI പോയതിനു ശേഷം ഈ IPOസിനെ സെബിക്ക് കൺട്രോൾ ഇല്ലാത്തടത്തോളം കാലം ഒരുപാട് മെർച്ചന്റ് ബാങ്കേഴ്സും ബുക്ക് റണ്ണിങ് മാനേജേഴ്സും ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഈവെന്റിന് ഒരു പാക്കേജ്, ഒരു കോൺട്രാക്ട്, ഒരു കൊട്ടേഷനായിട്ടാണ് എടുക്കുന്നത്. കൊട്ടേഷനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റൊക്കെ സെറ്റപ്പ് ആക്കി കാണിക്കുക, IPOന് വേണ്ടി റെഡിയാക്കുക, IPOൻ്റെ കാര്യങ്ങൾ ചെയ്യുക, റോഡ് ഷോ ചെയ്യുക, PR ചെയ്യുക, മാർക്കറ്റിംഗ് ചെയ്യുക. ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനകത്ത് അണ്ടർഗ്രൗണ്ടിൽ ചില പാർട്ടീസ് ഇതിൻ്റെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആക്കാമെന്ന് കൂടെ ചിലപ്പോൾ ഡീലുകളുണ്ടാവും. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മളെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ മേടിച്ചിട്ട് ഒരു ഓവർ വാല്യുവേഷൻ എത്തുന്നത് വരെയുള്ള ഒരു വെൽത്ത് ക്രിയേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ IPO എന്ന് പറയുന്നത് ഓൾറെഡി ഓപ്റ്റിമം പ്രൈസിലാണ് അത് വന്നേക്കുന്നത്. പിന്നെ ലെൻസ്കാർട്ടിൻ്റെ IPO ആണെങ്കിലോ ഓപ്റ്റിമത്തിൽ നിന്നും അപ്പുറത്ത് പോയി ഏതാണ്ട് എത്രയോ കൊല്ലത്തെ ഗ്രോത്തും കൂടി ബിൽറ്റ് ഇൻ ചെയ്താണ് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അതിനകത്തൊരു മാർജിൻ ഓഫ് സേഫ്റ്റിയോ വാല്യൂയോ നമ്മൾ കാണുന്നില്ല. സാറിന് എന്താ 100 രൂപയുടെ ഒരു അസറ്റിനെ, ഒരു അസറ്റ് ക്ലാസ്സിനെ നമുക്ക് 90 രൂപയ്ക്ക് മേടിക്കാം, 80 രൂപയ്ക്ക് മേടിക്കണം, 70 രൂപയ്ക്ക് മേടിക്കണം, അല്ലെ 50 രൂപയ്ക്ക് മേടിക്കണം, അല്ലേ? എന്നിട്ട് അത് 100 എത്തുമ്പോഴാണ് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവുന്നത്. 100 രൂപയുടെ സാധനത്തിനെ നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കുകയോ 110 രൂപയ്ക്ക് മേടിക്കുകയോ 200 രൂപയ്ക്കോ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു വാല്യൂ അതിനകത്തില്ല, അല്ലെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഇല്ല എന്നുള്ളത് നമ്മൾ ഒരു വശത്ത് പറഞ്ഞു വെച്ചു. നമ്മൾ മറ്റൊരു പറഞ്ഞു വെച്ചു, അതായത് ഇത് വേണമെങ്കിൽ ഇതൊരു ബമ്പർ ലിസ്റ്റിംഗും ആയി മാറിയേക്കാം എന്നുള്ളത്. സെബിയുടെ അടുത്ത് നിന്ന് മറ്റൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് മെർച്ചന്റ് ബാങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ അവർ നടത്തുന്നു. ഫണ്ട് പോകുന്നതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് സെബി ഇപ്പോൾ കൂടുതൽ കോഷ്യസ് ആവുന്നു എന്നൊരു രീതിയിലേക്കുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് ഇപ്പോൾ മെർച്ചന്റ് ബാങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെബി മാറിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മൾ പറയില്ലേ, അതായത് പീപ്പിൾ ഡിസർവ് ദ ഗവൺമെന്റ് ദ ഗെറ്റ്. അതായത് നമ്മളാണ് ഒരു ഗവൺമെന്റിനെ എലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരവാദി ആരാ? നമ്മളാണ് എന്നുള്ള. ഇപ്പം ഈ വോട്ടർ ഐഡിയെ കുറിച്ച് നമ്മളിപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് പറയും. ഈ വോട്ടർ ID അല്ലെങ്കിൽ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ആരാ? ഇലക്ഷൻ കമ്മീഷനും അല്ല, ഗവൺമെന്റും അല്ല, നമ്മളെല്ലാവരും കൂടെ ചേർന്ന്.
പൊളിറ്റിക്കൽ പാർട്ടീസും സിറ്റിസൺസും ഗവൺമെൻറ്റും ഈ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ചേർന്നാണ് വോട്ടർ ഐ ഡി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആരൊക്കെയാണ് എല്ലാ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ്സിനും ഈ ഉണ്ടാക്കുന്ന ലിസ്റ്റ് നമ്മൾ നേരത്തെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ സജഷൻസ് പറഞ്ഞ് ആ സജഷൻസ് ഇലക്ഷൻ കമ്മീഷൻ കേട്ടെന്ന് പറയും പോലെ ഇതൊരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഈ IPOയും പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള എക്സസൈസാണ്. ഇതൊക്കെ അവർ ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടി. മേടിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണെന്നുള്ള. നമ്മൾ എന്തിനാണ് വല്ലവരും പറഞ്ഞ് മേടിക്കുന്നത് എന്നുള്ള നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയിട്ട് നമുക്കത് വാല്യൂ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മേടിക്കുക. നമുക്ക് വാല്യുവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാനും നമുക്കിപ്പോൾ എന്താ ഇലക്ഷന് നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിട്ടില്ലേ, എന്താ അല്ലേ? നമുക്ക് അതേപോലെ തന്നെ ഇതിനകത്തും നമുക്കിത് വേണ്ട എന്ന് വിചാരിക്കാനായിട്ട് ജനങ്ങളുടെ കയ്യിൽ പവറുണ്ട്. ആ ജനങ്ങളാണ് ഇതിനകത്ത് വലുത്. അതാണ് ജനാധിപത്യം എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ന്യൂസ് വന്ന ഒരു കാര്യം വെച്ചാൽ ഈ നിഫ്റ്റി PE S&P 500ൻ്റെ PEയും തമ്മിലുള്ള വാല്യുവേഷൻ ഗ്യാപ്പാണ്. ഈ വാല്യുവേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിയുടെ PE, അതായത് ട്രെയിലിംഗ് ബേസിസിലാണ് ഈ ഞാൻ പറയുന്നത്. ട്രെയിലിംഗ് ബേസിസിൽ നമ്മൾ S&P 500ൻ്റെ PE വെച്ച് നോക്കുമ്പോൾ ആ ഇരിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 20%. നിഫ്റ്റി PE ഈസ് ട്രേഡിംഗ് അറ്റ് 20, അല്ലെങ്കിൽ നിഫ്റ്റി ഈസ് ട്രേഡിംഗ് അറ്റ് 20% ഡിസ്കൗണ്ട് ടു ഏതാണ്ട് S&P 500. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് ഇൻ 17 years എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്നാമത്തെ കാര്യം S&P 500ൽ അടുത്ത കാലത്ത് വലിയ രീതിയിൽ റാലി സ്റ്റോക്സിൽ നടന്നത് കാരണം നിഫ്റ്റിയുടെ S&P 500ൻ്റെ ഏർണിങ്സ് ഭയങ്കരമായിട്ട് വലുതായി. എന്നാൽ നമ്മുടെ ഇവിടെ അത്ര വലിയൊരു ഏർണിങ്സ് ഗ്രോത്ത് ഇന്ത്യയിൽ നടന്നില്ല എന്നുള്ള. ഇപ്പോൾ നിഫ്റ്റി 50യുടെ EPS നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ലാസ്റ്റ് 1 year നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ EPS എന്ന് പറയുന്നത് ആ 50 കമ്പനിയുടെ EPS നോക്കുകയാണെങ്കിൽ ഡോളർ ടേംസിലാണ് ഞാൻ പറയുന്നത്. ഡോളർ ടേംസിൽ ലാസ്റ്റ് 1 year നോക്കുകയാണെങ്കിൽ -2.5%. എന്നാൽ അതേസമയം S&P 500ൻ്റെ ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് +8.5%. അതായത് S&P 500ൻ്റെ EPS 8.5% ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മുടെ 2.5% ഡൗൺ ആയിരുന്നു ഇൻ ഡോളർ ടേംസ് എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ഇയർ നമ്മുടെ നിഫ്റ്റിയുടെ EPS എന്ന് പറയുന്നത് 12.63 നിന്നും ഇപ്പം നോക്കുമ്പോൾ 12.32 ആയി മാറിയിരിക്കുന്നു. അതായത് EPS കഴിഞ്ഞ കൊല്ലം സെയിം ടൈമിനെക്കാട്ടിലും ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള. എന്നാൽ S&P 500ൻ്റെ EPS നോക്കുകയാണെങ്കിൽ $23.8 നിന്ന് ഉയർന്ന് $243. അപ്പോൾ ഏർണിങ്സ് അവിടെ ഒരു അപ്ഗ്രേഡ് നടന്നു, ഇവിടെ ഏർണിങ്സ് ഡൗൺഗ്രേഡ് നടന്നു എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ PE 22 മുതൽ 23 PE ഓൺ എ ട്രെയിലിംഗ് ബേസിസ്, ബാക്കിലോട്ടുള്ള ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ 22 to 23 PE ആണെങ്കിൽ S&P 500ൻ്റെ 28 ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഇപ്പോൾ നവംബർ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ, അതായത് നിഫ്റ്റിയുടെ PE എന്ന് പറയുന്നത് ട്രെയിലിംഗ് ബേസിസിൽ 22.6 ആയിരുന്നപ്പോൾ US മാർക്കറ്റിൻ്റെ ഏതാണ്ട് 27, അതായത് S&P 500ൻ്റെ 27. ലാസ്റ്റ് 20 years ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ഓൾവേസ് ട്രേഡഡ് അറ്റ് എ പ്രീമിയം ടു S&P 500. ബട്ട് ചില ഒക്കേഷൻസിൽ മാത്രമേ ഈ US മാർക്കറ്റ് ഇന്ത്യയെക്കാട്ടിലും ആ ഒരു രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഒന്ന്, സെക്കൻഡ് ഹാഫ് ഓഫ് 2008 ആൻഡ് ഫസ്റ്റ് ഹാഫ് ഓഫ് 2009 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ സമയത്ത്. 2013 സെക്കൻഡ് ഹാഫിലും ഈ പറഞ്ഞ പോലെ യൂറോ ഡെപ്റ്റ് ക്രൈസിസ് അല്ലെങ്കിൽ US ടേപ്പർ ടാൻഡ്രം ഒക്കെ നടന്ന സമയത്തും അങ്ങനെ സംഭവിച്ചു. 2016 ലാസ്റ്റ് ക്വാർട്ടറിൽ എന്താ പറയുക, നമ്മുടെ ഇവിടെ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ 2021 ഫസ്റ്റ് ഹാഫ് ഗ്ലോബൽ ഇക്വിറ്റി സെൽ ഓഫ്, ബോണ്ട് ഡീൽസ് ഒക്കെ ഭയങ്കരമായിട്ട് റൈസ് ചെയ്ത സമയത്ത് ഒരു സെൽ ഓഫ് നടന്നു. അപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ വന്നിട്ടുള്ളത്. അതായത് US മാർക്കറ്റ് നമ്മളെക്കാട്ടിലും പ്രീമിയത്തിൽ ട്രേഡ് ചെയ്തില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് 20 കൊല്ലം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എപ്പോഴും അവരെക്കാട്ടിലും നല്ല രീതിയിൽ പ്രീമിയത്തിൽ തന്നെയാണ് ട്രേഡ് ചെയ്ത്. നമ്മൾ 20 കൊല്ലത്തെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ PE എന്ന് പറഞ്ഞാൽ ആവറേജ് PE ട്രെയിലിംഗ് ബേസിസിൽ 20.4 times ആണെങ്കിൽ S&P 500ൻ്റെ 19.1 ആയിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഇപ്പോൾ നേരെ തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നിഖിൽ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയെ ഒന്ന് എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു അല്ലേ. 2024 ഒക്ടോബറിൽ നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്തതാണ്, അവിടുന്ന് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 2026 അടുത്ത കൊല്ലം ഡിസംബർ ആകുമ്പോഴത്തേക്കും നിഫ്റ്റിയുടെ ടാർഗറ്റ് 29,000 ഒരു പൊട്ടൻഷ്യൽ അപ്സൈഡ് ഓഫ് 14% ഇവിടുന്ന് ഉണ്ട് എന്നുള്ളതാണ്. മേ ബി അവർ ബെറ്റ് ചെയ്യുന്ന സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽസ്, കൺസ്യൂമർ സ്റ്റേപ്പിൾസ്, ഡിഫൻസും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസും ആണ്. അവർ പറഞ്ഞു വെച്ചാൽ ഇന്ത്യയുടെ EPSൻ്റെ ഡൗൺഗ്രേഡ് സൈക്കിൾ
നമ്മൾ വിചാരിച്ചതിനേക്കാൾ, അതായത് മീഡിയൻ ലെവൽ ആയി കഴിഞ്ഞാൽ ആ 10 months, ആ ഡൗൺ ഗ്രേഡ് EPS സൈക്കിൾ എന്ന് പറഞ്ഞാൽ മീഡിയൻ ലെവൽ എന്ന് പറഞ്ഞാൽ 10 months ആണ്. അത് വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. ബട്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് 3 മാസം ഗോൾഡ്മാൻ സാക്സ് പറയുന്ന ലാസ്റ്റ് 3 മാസമായിട്ട് അത് നേരെ തിരിഞ്ഞു വരുന്നുണ്ട്. ഇതൊരു നല്ല സൈനാണ്. ഇവിടെ നിന്ന് ഇന്ത്യ പെർഫോം ചെയ്യാനാണ് ചാൻസ്. അതായത് ലാസ്റ്റ് 3 മാസം സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നു. കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞ 2025 ഏകദേശം 10% ഒരു ഗ്രോത്ത് ആണ്. 2026 സാമ്പത്തിക വർഷത്തിൽ അത് 14% ഒരു ഗ്രോത്തിലേക്ക് മാറും എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് അവർ പങ്കുവച്ചു. അത് ആക്ച്വലി ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് MSCIയുടെ ഇന്ത്യ പ്രോഫിറ്റ് 10% നിന്നും നെക്സ്റ്റ് ഇയറോടുകൂടി 14% മാറും എന്നുള്ളതാണ് പറയുന്നത് എന്നുള്ള. ഈ പാസ്റ്റ് 1 year നമുക്കറിയാലോ, ഏതാണ്ട് ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് FPIസിന്റെ സെല്ലിംഗ് ഏതാണ്ട് 2.6 lakh crore അല്ലെങ്കിൽ 30 billion വർത്ത് $US അവർ സെല്ല് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ 23 PE ആണ്. 23 PE എന്ന് പറയുന്നത് ചീപ്പൊന്നുമല്ല, എങ്കിലും മാർക്കറ്റിൽ വലിയൊരു ഡൗൺ സൈഡ് റിസ്ക് ഇല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അതോടുകൂടി ഇപ്പുറത്തെ സൈഡിൽ നമ്മളിപ്പോൾ തന്നെ ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞല്ലോ, ഇപ്പുറത്തെ HSBCയുടെ ഒരു നോട്ടും കൂടെ വന്നു. നിഖിൽ, HSBCയുടെ നോട്ട് പറഞ്ഞു വെച്ചാൽ ഇന്ത്യ ലീസ്റ്റ് പ്രിഫേർഡ് എമംഗ് ഗ്ലോബൽ എമർജിംഗ് മാർക്കറ്റ്സ്. ഗ്ലോബൽ എമർജിംഗ് മാർക്കറ്റ്സിലെ ലീസ്റ്റ് പ്രിഫേർഡ് ആണെന്ന് പറയുന്നു. അതായത് ഏറ്റവും ബിഗ്ഗസ്റ്റ് അണ്ടർ വെയ്റ്റ് നമ്മൾ ഇന്ത്യയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയെന്നാണ് HSBC പറയുന്നത്. അതായത് മണി ഷിഫ്റ്റ് ചെയ്യുന്നത് AI റിച്ച് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് കാരണം അവർ പറയുന്ന ഓവർ വെയ്റ്റ് കൺട്രീസ് എവിടേക്കാണ് അവർ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ബുള്ളിഷ് ആയിട്ട് വന്നേക്കുന്നത്? മലേഷ്യ, സൗത്ത് കൊറിയ, തായ്ലൻഡ്, സൗത്ത് ആഫ്രിക്ക, പോളണ്ട്, തുർക്കി, അതായത് ടർക്കി, ഫിലിപ്പീൻസ്, ബ്രസീൽ ആൻഡ് മെയിൻലാൻഡ് ചൈന. ബട്ട് ഇന്ത്യ, മെക്സിക്കോ ആൻഡ് ഇന്തോനേഷ്യ അവർ അണ്ടർ വെയ്റ്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഏതാണ്ട് അതർ എമർജിംഗ് മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അണ്ടർ പെർഫോം ചെയ്തു. 27 percentage പോയിന്റ്സിൻ്റെ അണ്ടർ പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, IPO മാർക്കറ്റ് ഇന്ത്യയിൽ 2025 എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് ഇയർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു ഫണ്ട് റേസിംഗ് ഏതാണ്ട് 1.5 trillion, അതായത് 1.5 ലക്ഷം കോടിയുടെ ഫണ്ട് റേസിംഗ് ഈ നവംബറിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ മാസം, ഈ വരാൻ പോകുന്ന 1-2 മാസത്തിൽ 20,000 കോടിയുടെ ഫണ്ട് റേസിംഗ് കൂടെ നടക്കാനുണ്ട്. അതായത് ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഏതാണ്ട് 10,000 കോടി റേസ് ചെയ്യണമെന്ന് പറഞ്ഞു. മീഷോ 6,000 കോടി റേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ക്ലീൻ മാക്സ് എൻവൈറോ എനർജി സൊല്യൂഷൻസ് 5,000 കോടി റേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫ്രാക്ടൽ അനാലിറ്റിക്സ് 5,000 crores റേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് 1.5 ലക്ഷം കോടി ഓൾറെഡി ജാനുവരി തൊട്ട് നവംബർ വരെ ആയി എന്നുള്ള. ഞാനൊരു കണക്ക് നോക്കുമ്പോഴേ 2017 വെറും 67,147 കോടിയുടെ ഫണ്ട് റേസിംഗ് IPOയിൽ നടന്നിട്ടുള്ളൂ. 2018 വരുമ്പോഴത്തേക്കും 30,959 crores. 2021 ആകുമ്പോഴത്തേക്കും 1.18 lakh crore. 2022 ആയപ്പോൾ വീണ്ടും കുറഞ്ഞു. 59,000 കോടി മാത്രമേ കളക്ഷൻ നടന്നുള്ളൂ. 2023 IPO വഴി റേസ് ചെയ്ത് 49,436 കോടി. എന്നാൽ 2024 ആയപ്പോഴത്തേക്കും 1,59,000 കോടിയായി. ഇപ്പം നവംബർ ആയപ്പോഴത്തേക്കും 1,50,000 കോടി ആയി എന്നുള്ളതാണ്. 20,000 കോടിയും കൂടെ പൈപ്പ് ലൈനിലുണ്ട്. സോ ദിസ് വിൽ മേക്ക് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഇയർ ഫോർ IPOs. സുരജ് സാർ, അടുത്തതായി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൻ്റെ ഒരു ടൈമാണ്. ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനുള്ള ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഏതാണ്? നമ്മളിപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ലെൻസ്കാർട്ടിൻ്റെ IPO അല്ലേ? ലെൻസ്കാർട്ടിൻ്റെ IPO ആ പ്രൈസിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയായിരിക്കും? 70,000 കോടി. ഓക്കെ, 70,000 കോടി. ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വരുമ്പോൾ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്ര? 297 കോടി. ഈ 297 കോടിയിൽ തന്നെ ഒരു വൺ ടൈം ഗെയിനും കൂടെ മാറ്റി വെച്ചാൽ എനിക്ക് തോന്നുന്നു 128 കോടിയാണ് ശരിക്കും ഓപ്പറേഷൻസിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കാലഘട്ടം. നമുക്കിനി വേറൊരു കാര്യം നോക്കാം. ഇപ്പോൾ പേടിഎം, ഈ പേടിഎം എന്ന് പറയുന്ന കമ്പനിയുടെ എത്രയോ ക്വാർട്ടർ ലോസിലായിരുന്നു എന്നുള്ള കാര്യം അറിയാം. ഈ സെക്കൻഡ് ക്വാർട്ടറിൽ അവർക്ക് എത്രയാണ് പ്രോഫിറ്റ് എന്നറിയോ? 20 കോടി. 20 കോടി പ്രോഫിറ്റ് ഉള്ളത് കൊച്ചിയിൽ തന്നെ എത്ര കമ്പനിയുണ്ട്? പക്ഷേ ഈ പേടിഎമ്മിന് മാർക്കറ്റ് ക്യാപ്പ് എത്രയെന്നറിയോ? 80,000 കോടി. 80,000 കോടി, അതായത് 86,000 കോടി മാർക്കറ്റ് ക്യാപ്പാണ് പേടിഎം. ഇനി FSN ഇ-കോമേഴ്സ്, ഈ പറഞ്ഞ നൈക്കയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എത്രയെന്നറിയോ? 70,000 കോടിയോ 73,000 കോടിയോ എങ്ങാണ്ടുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ഒരു ക്വാർട്ടറിലെ പ്രോഫിറ്റ് എത്രയെന്നറിയോ?
വെറും 33 എനിക്കൊരു 34 കോടി എങ്ങാണ്ടാണ് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ഈ പാദം പരിശോധിക്കുകയാണെങ്കിൽ 34.4 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് 73,000 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ്. 20,000 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് 84,000 കോടി മാർക്കറ്റ്, 86,000 കോടി മാർക്കറ്റ് ക്യാപ്പ്. അങ്ങനത്തെ വാല്യുവേഷനിലാണ് മാർക്കറ്റ് ചില കമ്പനിയെ വാല്യൂ ചെയ്യണത്. ഇത് നമ്മളാണോ ശരി, മാർക്കറ്റാണോ ശരി എന്നുള്ളത് കാലം മാത്രമേ തെളിയിക്കുള്ളൂ. നമുക്ക് അതിനകത്ത് ഒപ്പീനിയൻ ഒന്നുമില്ല. അങ്ങനത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പുറത്ത് നോക്കുമ്പോഴേ വേറൊരു കമ്പനി, അതും ഈ പറയുന്ന പോലെ നാട്ടുകാർ പറയുന്ന പോലെ തന്നെ ഒരു ടെക് ഇനേബിൾഡ് ആയിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കമ്പനി നല്ലൊരു ബൈ ആണെന്നുള്ളൊരു വിശേഷണത്തിൽ ഇത് എടുക്കരുത്. അപ്പം ഞാൻ ഈ പറയുന്ന ഈ കമ്പനിയുടെ വാല്യുവേഷൻ എത്രയോ, ഞാൻ ഈ പറയാൻ പോകുന്ന സ്പോട്ട്ലൈറ്റ് ബിസിനസ്സാണ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 6,500 കോടി. 6,500 കോടി എന്ന് പറയുമ്പോൾ എത്രയാണ്? ലെൻസ് കാർട്ടിൻ്റെ 90% ഡിസ്കൗണ്ട്. ലെൻസ് കാർട്ട് എത്രയാണ്? ഏതാണ്ട് 70,000 ക്രോസ് വരും ലിസ്റ്റ് ചെയ്യണം. അതിൻ്റെ 90% ഡിസ്കൗണ്ടിൽ ഈ കമ്പനി കിട്ടും. എത്ര? 6,500 കോടിക്ക്. ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയെന്ന് അറിയോ? ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 584 കോടി. ഈ 584 കോടി എന്ന് പറയുമ്പോൾ ലെൻസ് കാർട്ടിൻ്റെ എത്രയാണ്? ലെൻസ് കാർട്ടിന് ശരിക്കും വരുന്നത് 128 കോടിയാണ്. 128 കോടി എവിടെ കിടക്കുന്നു? ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എവിടെ കിടക്കുന്നു? എന്നാൽ ലെൻസ് കാർട്ടിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എവിടെ കിടക്കുന്നു? ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എവിടെ കിടക്കുന്നു? ആ ഒരു കമ്പാരിറ്റീവ് വാല്യുവേഷൻ കണ്ടില്ലേ? അതായത് ലെൻസ് കാർട്ടിൻ്റെ ഓൾമോസ്റ്റ് എന്നല്ല, നല്ല രീതിയിൽ ഡബിളാണ് ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള. എന്നാൽ ഈ കമ്പനി എത്ര പി ഇക്കാണ് അവൈലബിൾ എന്നറിയോ? ലെൻസ് കാർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പി ഇക്കാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്? 234 പി. എന്നാൽ അതിനേക്കാളിലും ഡബിൾ ടൈംസ് പ്രോഫിറ്റ് ഉള്ള ലെൻസ് കാർട്ടിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ എന്താണ്ട് 90% ഡിസ്കൗണ്ട് ഉള്ള ഈ കമ്പനി ട്രേഡ് ചെയ്യുന്നത് 11.7 പിയിലാണ്. അപ്പോൾ ഏതാണ്ട് എത്രയാണ്? ലെൻസ് കാർട്ടിൻ്റെ 234. ഇതാണ് ആ കമ്പാരിറ്റീവ് വാല്യുവേഷൻ എന്ന് പറഞ്ഞ് ഈ കമ്പനി നല്ല സ്ക്രീമിംഗ് ബൈ ആണെന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞു. ഞാൻ ജനങ്ങൾക്ക് നമ്മൾ അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ. ഇത് മാത്രമല്ല, ഈ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് 152 കോടിയുണ്ട്. സെപ്റ്റംബർ 2025 അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ 125 കോടി ക്യാഷ് റിച്ച് കമ്പനി, നോ ഡെപ്റ്റ്. ഇത് കൂടാതെ അവരുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോഴേ ഞാൻ കണ്ടപ്പം ഞെട്ടിപ്പോയി. അവർക്ക് എത്ര കോടി രൂപയുടെ, ഞാൻ പറഞ്ഞല്ലോ 125 കോടി ക്യാഷ് കൂടാതെ ഇവർക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ 5,418 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. 5,418 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവരുടെ ആനുവൽ റിപ്പോർട്ട് എടുത്തു. ആനുവൽ റിപ്പോർട്ടിൽ ബാലൻസ് ഷീറ്റിൽ പോയിട്ട് അവരുടെ ബാലൻസ് ഷീറ്റിലും കാണിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 4,968 എന്നാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ആസ് ഓൺ March 31, 2025. അപ്പോൾ ആ ബാലൻസ് ഷീറ്റിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, അതായത് നോട്ട് 5 വായിക്കാൻ. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട് 5 ഞാൻ വന്നപ്പോൾ മനസ്സിലായതെന്നറിയോ? ഇവർക്ക് ടാക്സ് ഫ്രീ ബോൺസിലും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ കൂടെ ചേർന്ന് ഏതാണ്ട് 5,400 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ക്യാഷ് 125 കോടി, 5,400 കോടിയുടെ ലിക്വിഡ് ഫണ്ട്സിൽ, അതായത് എപ്പോൾ വേണമെങ്കിലും വിറ്റ് വരാൻ പോകണം, ഈക്വലൻ ടു ക്യാഷ്. അതായത് എന്താ പറയുക, നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ ഒരു ആംഗിളിൽ പറയാം. അതായത് ഇൻ ടോട്ടോ ഇവർക്ക് 152 കോടി ക്യാഷും 5,400 ഈ പറയുന്ന ടാക്സ് ഫ്രീ ബോണ്ടും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടും കൂടെ ചേർന്ന് ഇവർക്ക് ടോട്ടൽ 5,500 കോടി ഓളം ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ക്യാഷ് ഇവരുടെ കയ്യിലുള്ള കമ്പനിയാണ്. ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് 6,500 കോടിക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പറയുന്നത് എന്താ? മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് എന്താ? ഈ കാശ് കൊണ്ടുവന്ന് ആ പ്രൊമോട്ടർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനി മാർക്കറ്റ് ക്യാപ്പിന് ഇങ്ങ് തരണം. അപ്പോൾ 6,500 കൊടുക്കുമ്പോൾ 5,570 കോടി ക്യാഷും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഉള്ള കമ്പനി നമുക്ക് തിരിച്ചു കിട്ടും. അതുമാത്രമല്ല, എല്ലാ കൊല്ലവും 500 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് എല്ലാ കൊല്ലം. അപ്പോൾ ഡീല് നല്ല ലാഭമായില്ലേ? അവൈലബിൾ ഓൺലി അറ്റ് 11 PE എന്നുള്ളതാണ്. ഇംപ്രസീവ് അല്ലേ? നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ? എന്നാൽ ഇത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1,100 രൂപ സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് ഇത് താഴേക്ക് വന്നിരിക്കുന്നു 750 രൂപയ്ക്ക്. അത് മാത്രമല്ല, 2022 ഡിസംബറിൽ ഈ കമ്പനിയുടെ PE എത്രയായിരുന്നു അറിയോ? 160 PE. അതിൽ നിന്ന് 11 PEയിലേക്ക് താന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വളരെ രീതിയിലായിട്ട് അണ്ടർ വാല്യൂഡായി. എന്ത് കാരണമാണ് നമുക്കറിയേണ്ടത്. അതായത് എന്തുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് താഴേക്ക് വന്നു, PE ഡീ റേറ്റിംഗ് ചെയ്തു എന്നുള്ള. ഈ കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്. ആ കമ്പനിയുടെ പേരാണ് ജസ്റ്റ് ഡയൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഡയൽ എന്ന് പറയുന്നത് റിലയൻസ് കമ്പനിയാണെന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം എന്നുള്ളത്. അതായത് ഒരു ലോക്കൽ സെർച്ച് എഞ്ചിൻ. അതായത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ ആപ്പ് അല്ലെങ്കിൽ justdial.com എന്ന് പറയുന്ന വെബ്സൈറ്റ്,
നമ്മളിപ്പോൾ ഒരു പുതിയ സിറ്റിയിൽ പോയി താമസിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും UP-യിലോ മധ്യപ്രദേശിലോ പോകുന്നു. നമുക്ക് ആ സ്ഥലം 2-ാം ദിവസം 3-ാം ദിവസം ആകുമ്പോഴത്തേക്കും ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്ലംബറിനെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനെ ആവശ്യമുണ്ട്, നമുക്കൊരു ഡോക്ടറെ കാണണം. എന്ത് ചെയ്യണം? നമ്മൾ ഈ ജസ്റ്റ് ഡയലിൻ്റെ വെബ്സൈറ്റിലോ ആപ്പിലോ പോയിട്ട് ഡെന്റിസ്റ്റ് നിയർ മീ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നിയർ മീ, ഇലക്ട്രീഷ്യൻസ് നിയർ മീ, പ്ലംബേഴ്സ് നിയർ മീ എന്നൊക്കെ നമ്മൾ കൊറിയർ സർവീസ് നിയർ മീ എന്നൊക്കെ അടിച്ചു തുടങ്ങുമ്പോൾ ഏതൊക്കെ വെൻഡേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ അഡ്രസ്സ് എന്താണ്, അവരുടെയൊക്കെ ഫോൺ നമ്പർ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരും. അതുകൂടാതെ അഡ്രസ്സ്, റേറ്റിംഗ്സ്, റിവ്യൂസ് എല്ലാം ഇത് കാണിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ ഡീറ്റെയിൽസ് കിട്ടാം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ? അവർ പറയുന്നത് ഒരുപാട് ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഈ ഒരു ജസ്റ്റ് ഡയൽ ആപ്പ് മാത്രം മതി. അമിതാഭ് ബച്ചൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടില്ലേ? എയർപോർട്ടിൽ അപ്പുറത്തൊരു പയ്യനായിട്ടിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ മൊബൈൽ മേടിച്ചിട്ട് മറ്റുള്ള ആപ്പ് എല്ലാം ഇളക്കി കളഞ്ഞിട്ട് ജസ്റ്റ് ഡയൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു. അങ്ങനെയാണ്, അതായത് ഒരൊറ്റ ആപ്പിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ശരിക്കും ജസ്റ്റ് ഡയലിനുണ്ടല്ലോ, അതായത് ഈ ആരൊക്കെ ഈ നമ്മൾ പറയുന്ന പ്ലംബർ, ഇലക്ട്രീഷ്യന്, ഹോസ്പിറ്റൽസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 2021 സെപ്റ്റംബറിൽ നോക്കുകയാണെങ്കിൽ 3.1 crore ലിസ്റ്റിങ്സ് ആണ് വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 2025 സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും അത് 5.1 crore ആയിട്ട് ഉയർന്നു. ഭയങ്കര രീതിയിൽ അവിടെ ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഡയൽ ഈ പറയുന്ന ലിസ്റ്റിങ്സിനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, പീരിയോഡിക്കായിട്ട് ഇത് റിവ്യൂ ചെയ്തിട്ട് ഇതെല്ലാം കൺസിസ്റ്റൻ്റ് ആണോ എന്ന് കൂടെ നോക്കുകയും കൂടെ ചെയ്യും. ഇത് കൂടാതെ ആ ലിസ്റ്റിങ്സിന് വീഡിയോസ്, ഇമേജസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ഒരു വെൻഡർ എവിടെയാണ്, എന്താണ്, കട എങ്ങനെ ഇരിക്കും, എന്തൊക്കെ സർവീസ് ഓഫർ ചെയ്യും, ആരൊക്കെയാണ് നടത്തുന്നത് എന്നുള്ള ചിലപ്പോൾ ഡീറ്റെയിൽ വരെ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ സൈറ്റ് അല്ലെങ്കിൽ ആപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോഴേ അവരുടെ ആക്ച്വലി ഈ സർവീസ് യൂസ് ചെയ്തവരുടെ എണ്ണം സെപ്റ്റംബർ 2021 15.1 crore യൂസേഴ്സ് ആയിരുന്നത് സെപ്റ്റംബർ 2025 ആയപ്പോഴത്തേക്കും 19.8 ആയി. 15 ഏതാണ്ട് 20 ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണ് ഈ ട്രാഫിക് വരുന്നത്? യൂസേഴ്സ്, അതായത് വെൻഡേഴ്സിനെ മനസ്സിലാക്കാനാണല്ലോ യൂസേഴ്സ് വരുന്നത്. എന്തൊക്കെ വെൻഡേഴ്സ് ഉണ്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ യൂസേഴ്സ് വരുന്നു. ആ യൂസേഴ്സ് ഏതൊക്കെ മോഡലിലാണ് വരുന്നതെന്ന് അറിയോ? ഒന്ന് മൊബൈൽ. 87% ആൾക്കാരും മൊബൈലിൽ കൂടി ജസ്റ്റ് ഡയലിൻ്റെ സർവീസസ് യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ 10% യൂസ് ചെയ്യും. 2.7% വോയിസ് സർവീസസ്. വോയിസ് സർവീസ് ജസ്റ്റ് ഡയലിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അടിയിൽ ഒരു നമ്പർ കൊടുത്തിരിക്കണം, 8888888888, അതായത് 8 ഡിജിറ്റ്. അതാണ് അവരുടെ ഫോൺ നമ്പർ, ഒരു ഫാൻസി ഫോൺ നമ്പറാണ്. അതുവഴി വിളിച്ച് ചോദിച്ചാലും ഈ ഡീറ്റെയിൽസ് കിട്ടും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കമ്പനി പൈസ ഉണ്ടാക്കുന്നത്? അതായത് ഈ ലിസ്റ്റ് ചെയ്യുന്നില്ലേ വെൻഡേഴ്സ്, ഹോസ്പിറ്റൽസ്, പ്ലംബേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, കൊറിയർ സർവീസ്, അവരെല്ലാവരും ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ ജസ്റ്റ് ഡയലിന് കൊടുക്കും. അതൊരു അപ്ഫ്രണ്ട് ആയിട്ട് തന്നെ ഇത്ര നാളത്തേക്ക് എന്നുള്ളത് വാങ്ങിക്കും എന്നുള്ള ആ ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ഇവരുടെ ഈ സബ്സ്ക്രിപ്ഷൻ ഫീസാണ് ജസ്റ്റ് ഡയലിൻ്റെ 98% റവന്യൂ. ബാക്കി ഒരു 1.5-2% ആണ് ഇവർക്ക് വേറെ കുറേ കാര്യങ്ങളിൽ നിന്ന്, അതായത് JD Mart എന്ന് പറഞ്ഞ് B2B മാർക്കറ്റ് പ്ലേസ്, ആലിബാബ പോലെയുള്ള ഒരു ചെറിയൊരു ബിസിനസ് ടു ബിസിനസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊന്നും വലുതായിട്ട് അവർ സ്കെയിലപ്പ് ചെയ്തിട്ടില്ല. പിന്നെ JD Omni, അതായത് ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻ, സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് SMEസിന് വേണ്ടി ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻ. പിന്നെ JD Pay, അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻ ഫോർ മെർച്ചൻസ്, കസ്റ്റമേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എന്നാൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 1%, 2% ഇവർക്ക് JD റേറ്റിംഗ്സ് ഉണ്ട്, JD അനലിറ്റിക്സ് ഉണ്ട്, JD ബിസിനസ് ഉണ്ട്, ബിസിനസ് ബൂസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 1-2% മാത്രമേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷൻ റവന്യൂ ആണ് ഇവരുടെ 98%. ഇവർക്ക് ഇന്നിട്ടും, അതായത് ഇതെല്ലാം ഗ്രോ ചെയ്തിട്ടും വാല്യുവേഷൻ അട്രാക്റ്റീവായിട്ടും ഇത്രയും ക്യാഷ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് മാർക്കറ്റ് ഇതിനെ ഡിസ്കൗണ്ടിൽ വാല്യൂ ചെയ്യുന്നു? അതാണ് അതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ എൻ്റർപ്രൈസ് വാല്യൂ ടു ഇബിറ്റ, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മാർക്കറ്റ് ക്യാപ് പ്ലസ് ഡെപ്റ്റ് മൈനസ് ക്യാഷ് ഇൻ ദ കമ്പനി. ഓക്കെ, മാർക്കറ്റ് ക്യാപ്പിൻ്റെ കൂടെ ഡെപ്റ്റ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് ക്യാഷ് മൈനസ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻ്റർപ്രൈസ് വാല്യൂ എന്ന്. ആ എൻ്റർപ്രൈസ് വാല്യൂവിനെ നമ്മൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ, ടാക്സ് ആൻഡ് അമോർട്ടൈസേഷൻ, അതിനാണ് എബിറ്റ എന്ന് പറഞ്ഞത്. അത് നോക്കുകയാണെങ്കിൽ 2.93 എന്ന് പറയുന്ന ഫിഗറാണ് തരുന്നത്. അതായത് വളരെ ചീപ്പാണ് എന്നുള്ള രീതിയിലാണ് ഇവർ കാണിക്കുന്നത്. കാരണം എന്താ, ഈ 10 എന്നൊക്കെ പറയുന്നത് 10ൻ്റെ താഴെയൊക്കെ വളരെ ചീപ്പായിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് അധികം പെർഫോം ചെയ്യുന്നത്? ഒന്ന്, ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് വളരെ മോശമാണ്. ഒരു 4 to 5-6 ക്വാർട്ടേഴ്സായിട്ട് ഇവർ വെറും 6%-7% ഗ്രോ ചെയ്യുന്നത്. അതായത് ഇവർ മിഡ് ടീനിലൊക്കെ ഗ്രോ എന്ന് പറയണമെങ്കിലും അത് ഗ്രോ ചെയ്തിട്ടില്ല. ഇന്ത്യൻ GDP-യെക്കാളും താഴെയാണ് ഇവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്.
30 to 40% സെയിൽസ് ഗ്രോത്തിൽ നിന്ന് താന്ന് വന്ന് ഇപ്പോൾ 6% മാത്രമായി എന്നുള്ള. അത് മാത്രമല്ല കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത പ്ലേസസ് നിയർ മീ എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ വേറെ കുറേ ആപ്സും കൂടെ വന്നപ്പോൾ ഇവരുടെ റെലവൻസ് ഭയങ്കരമായിട്ട് പോയി. പിന്നെ ഇവരുടെ മൂന്നാമത്തെ ഇഷ്യൂ, ഇവരുടെ ക്യാപിറ്റൽ, ഈ കിടക്കുന്ന ഈ ക്യാഷ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. 5500 കോടി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ 5500 കോടി എന്ന് പറഞ്ഞാൽ എങ്ങനെ 5500 കോടി വന്നു? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്യാഷ് റിച്ച് കമ്പനി ആയിരുന്നു. 2021 വരെ ഇവർക്ക് ക്യാഷ് 1573 കോടി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2022 എന്ത് സംഭവിച്ചു? ഈ 2029 റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ്, അതായത് RRVL, ഇവരിൽ ഏതാണ്ട് 63.84% സ്റ്റേക്ക് എടുത്തു. എങ്ങനെ? പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴിയും പ്രൊമോട്ടറിനെയും ഒക്കെ മേടിച്ചിട്ട് ഇവർ ഏതാണ്ട് 2165 കോടി ഇൻഫ്യൂസ് ചെയ്തു. അതും എക്സിസ്റ്റിംഗ് ക്യാഷും കൂടെ ചേർന്ന് ഇവരിൽ നല്ല ക്യാഷ് ആയി എന്നുള്ളതാണ്. എന്നാൽ മാനേജ്മെന്റ് പറയുന്നത്, മാനേജ്മെന്റ് അടുത്ത് പലപ്പോഴും ഓരോ ക്വാർട്ടർ കഴിയുമ്പോൾ ചോദിക്കും എന്താണ് ഈ ക്യാഷ് കൊണ്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഒരു കൊല്ലം പറയും ഞങ്ങൾ അക്യൂസിഷൻ ചെയ്യാൻ പോകുന്നു. രണ്ടാമത്തെ കൊല്ലം വന്നിട്ട് പറയും അക്യൂസിഷൻ ഒന്നും കിട്ടിയില്ല. പിന്നെ അവർ പറയും ഞങ്ങൾ ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നു. എന്നിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ പറഞ്ഞു ഈ ക്വാർട്ടർ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഡിവിഡൻഡ് പോളിസി ഡിക്ലെയർ ചെയ്യുന്നു. അതും നടന്നില്ല എന്നുള്ള. അതായത് മാനേജ്മെന്റ് ക്യാപിറ്റൽ അലോക്കേഷൻ പോളിസി അല്ലെങ്കിൽ ഫ്രീ ക്യാഷ് വെച്ച് എന്ത് ചെയ്യുന്നുള്ളതിൽ അവർക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റിസർച്ച് ഡിസ്കിൽ നിന്ന് 3 കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇവർക്ക് വേണമെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാം, അങ്ങനെ ക്യാഷ് ബാക്ക് ടു ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കാം. 2, വേറെ ഏതെങ്കിലുമായിട്ട് എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ ടേക്ക് ഓവറോ അക്വയറോ ചെയ്യാം. 2, മൂന്നാമത് ഇവർക്ക് വേണമെങ്കിൽ ബൈ ബാക്ക് ചെയ്യാം. ഈ ക്യാഷ് ഉപയോഗിച്ച് മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഭയങ്കര ദേഷ്യം വന്നിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ, സ്റ്റോക്ക് പെർഫോം ചെയ്യില്ല, ഇവരെല്ലാം കൂടെ ടെൻഡർ ചെയ്യുകയാണെങ്കിൽ, കമ്പനി ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ റിലയൻസിന് ഇതിൻ്റെ ഹോൾഡിംഗ് ചിലപ്പോൾ 90%, 80% മെജോറിറ്റി ആവുകയാണെങ്കിൽ കമ്പനി വേണമെങ്കിൽ ഡീലിസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നോക്കൂ, 40% ഗ്രോ ചെയ്ത കമ്പനി, ആ വാല്യൂഷനിൽ നിൽക്കുന്ന കമ്പനി കുറച്ച് കഴിഞ്ഞപ്പം ഏർണിങ്സ് സ്റ്റാഗ്നൻ്റ് ആയപ്പോൾ എങ്ങനെയാണ് റീറൈറ്റ് ചെയ്തത്? ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് ദിസ് മച്ച് ക്യാഷ് ഈ കമ്പനി ഇപ്പോൾ ആരും മേടിക്കുന്നില്ല, ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള. അപ്പോൾ നമ്മളിത് പറഞ്ഞത് ഇപ്പോൾ ഹൈ ഗ്രോത്ത് കമ്പനീസിന് നാളെ എങ്ങനെയാവും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ട് കണക്കാക്കരുത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കംപ്ലീറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും മാത്രം ചെയ്യുക. നമ്മൾ ഈ അവതരിപ്പിച്ച എല്ലാം ഒരു അക്കാഡമിക് പ്രൊഫഷന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞു വയ്ക്കുന്നു. നിഖിൽ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഈ ഒരു സെഷനിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇതോടുകൂടി തന്നെ നമ്മുടെ ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ ഓപ്പണിംഗ് അവേഴ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.